Welcome back to our maths class for first standard students. Okay. Today I am going to start the fourth lesson. Okay, fourth chapter, that is the time and money. Time and money. So in this class, I will discuss about the topic time. Okay, time. T-I-M-E. Time. What's the time now? ഇത് എപ്പോഴും നിങ്ങൾ കേൾക്കാറുള്ള ഇപ്പോഴെന്തായി സമയം അല്ലേ? അപ്പൊ എന്താണ് നിങ്ങൾക്ക് സമയം നോക്കാനായിട്ട് അറിയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ what's the time now എന്ന് നോക്കുമ്പോൾ എന്താണ്? ഒന്നെങ്കിൽ നിങ്ങൾ വാച്ചിൽ നോക്കും, അല്ലെങ്കിൽ വാച്ചിൽ, അല്ലെങ്കിൽ ക്ലോക്കിൽ അല്ലേ? അപ്പൊ നമ്മൾ ക്ലോക്ക് ഉപയോഗിച്ചാണ് എന്ത്? ക്ലോക്ക് tells us the time. Okay, clock tells us the time. Clock ആണ് നമ്മുടെ സമയം എത്രയാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയം ടൈം നോക്കാൻ അറിയാവോ? അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. ബട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാ ടൈമിലും ഇപ്പൊ നമുക്ക് 4 മണി, 5 മണി, 7 മണി അങ്ങനെയുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കലാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ എല്ലാം പഠിക്കണ്ട, എല്ലാം അടുത്തടുത്ത ക്ലാസ്സുകളാണ് പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇങ്ങനെ പഠിച്ചതിന് ശേഷം വീട്ടില് എല്ലാവരും സമയം നോക്കിക്കോണം. ഓക്കെ, സമയം നോക്കി അച്ഛൻ അറിയണോ, സമയം എത്രയാണെന്ന് അറിയണോ, എനിക്ക് അമ്മയ്ക്ക് അറിയണോ എന്ന് ചോദിച്ച് നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾ സമയം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എഗ്രി? ഓക്കെ, ദെൻ ടൈം. ഇവിടെ ഒരു ക്ലോക്ക്. Clock ആണ്. Clock tells us the time. Clock has 2 hands. Clockന് നമ്മുടെ ക്ലോക്കിൽ എടുത്ത് നോക്കി അറിയാം. ക്ലോക്കിൽ എത്ര ഹാൻഡ്സ് ഉണ്ട്? 3 ഹാൻഡ്സ് ഉണ്ട്. അതില് ലോങ് ഹാൻഡ് ഉണ്ട്, ഷോർട്ട് ഹാൻഡ് ഉണ്ട്. ലോങ് ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റ് ഹാൻഡ്. ദെൻ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്ന പേര് അവർ ഹാൻഡ്. ഓക്കെ, ലോങ് ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, ദെൻ ഷോർട്ട് ഹാൻഡ്, അവർ ഹാൻഡ്. ഇത് ഓർത്തോണം. പിന്നെ നിങ്ങൾ മൂന്നാമത് കാണുന്നത്, അതായത് പെട്ടെന്ന് മാറുന്നത്, അത് സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലെ? സെക്കൻഡ് ഹാൻഡ്, സെക്കൻഡ് സൂചിയാണ് അത്. നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇത് നോക്കിയാൽ മതി. ലോങ് ഹാൻഡ്, ഷോർട്ട് ഹാൻഡ്. ലോങ് ഹാൻഡ് ഈസ് നോൺ ആസ് മിനിറ്റ് ഹാൻഡ്, ദെൻ ഷോർട്ട് ഹാൻഡ് ഈസ് നോൺ ആസ് അവർ ഹാൻഡ്. അപ്പൊ ഈ ഷോർട്ട് ഹാൻഡ് എങ്ങോട്ടാണ് എന്ന് നോക്കിയാണ് നമ്മൾ ടൈം പറയുന്നത്. ക്ലിയർ? നമുക്കൊരു ക്ലോക്കിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഒരു ക്ലോക്ക് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു ക്ലോക്ക് ഇത് റൗണ്ടിൽ തന്നെ വേണമെന്നില്ല, ഈ ഷേപ്പ് വേണമെങ്കിലും എഴുതാം. ഷേപ്പ് എങ്ങനെയാണ്? പല ഷേപ്പിൽ ക്ലോക്ക് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ നോക്കി 12, ചിലർ 12, 1, 2 ഇങ്ങനെ പോകും. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ശരിക്കും എഴുതാൻ പറ്റില്ല. ഈ 12 ആദ്യം കൊടുക്കുക. ദെൻ 12 കഴിഞ്ഞ നേരെ 12ന്റെ നേരെ ഇവിടെയായിട്ട് 6 എന്ന് കൊടുക്കുക. ക്ലിയർ ആയോ? ഒരു ഈ സൈഡില് ഇവിടെ 3 എന്ന് കൊടുക്കുക. ഇതിന് നേരെ ഇവിടെയായിട്ട് 9 കൊടുക്കുക. മനസ്സിലായോ? ചില ക്ലോക്കുകൾ നിങ്ങൾ കണ്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. 12, 6, 3, 9. ഇനി 12ന്റെയും 3യുടെ ഇടയ്ക്ക് 1, 2, 3യുടെയും 6ന്റെ ഇടയ്ക്ക് 4, 5, then 6ന്റെയും 9ന്റെ ഇടയ്ക്ക് 7, 8, 9ന്റെയും 12ന്റെ ഇടയ്ക്ക് 10, 11. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്ലോക്ക് വരയ്ക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. 12, 6, 3, 9 എഴുതിയതിനു ശേഷം ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് നോക്കിയേ, ഇവിടെ ഷോർട്ട് ഹാൻഡ് 3 ആണ്. ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ്. ദെൻ ലോങ് ഹാൻഡ് എവിടെയാണ്? 12. ഓക്കെ, ലോങ് ഹാൻഡ് ഈസ് അറ്റ് 12. Short hand is at 3. So time is 3 o'clock. അതായത് 3 മണി എന്ന് പറയും. 3 o'clock. അപ്പൊ 3 കഴിഞ്ഞിട്ട് O എഴുതുക, then ഒരു കോഴ്സ് കൊടുക്കുക, then clock. 3 o'clock. ക്ലിയർ ആയോ? അങ്ങനെയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. എത്രയാണെന്ന് നോക്കുക. ഇത് ഷോർട്ട് ഹാൻഡ്. ഷോർട്ട് ഹാൻഡ് ഏതാണ്? അവർ ഹാൻഡ്. then long hand. Short hand is at 5. Long hand is at 12. അപ്പോൾ അവർ ഹാൻഡ് എവിടെയാണോ അതായിരിക്കും ടൈം വരുന്നത്. അപ്പൊ എന്താണ്? 5 o'clock.
Clear ആയോ? 5 o'clock. Okay. Then ഞാൻ ഇവിടെ ഒരു ക്ലോക്ക് വരയ്ക്കുകയാണ്. 12, 6, 3, 9. Okay. 12ന്റെ 3യുടെ ഇടയ്ക്ക് 1, 2, 3, 6ന്റെ ഇടയ്ക്ക് 4, 5, 7, 8, 10, 11. Okay. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു 12 o'clock തന്നെയാണ്. 12 o'clock ആണെങ്കിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഇവിടെ തന്നെയായിരിക്കും, 12 തന്നെയായിരിക്കും. അപ്പൊ എന്താണ്, കുറച്ച് ലോങ് ഹാൻഡ് അതേ തന്നെ ഷോർട്ട് ഹാൻഡിലൂടെ വരച്ചാൽ മതി. അപ്പൊ 12 o'clock. ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെയുണ്ട് 12 o'clock? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് മനസ്സിലാക്കി വെക്കുക. ദെൻ അവർ ഹാൻഡ് എങ്ങോട്ടാണോ അതായിരിക്കും നമ്മുടെ ടൈം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. Then exercise 4.1, page number 116. Listen. 4 o'clock. Draw the hour and minute hand. ഇപ്പോഴും ശ്രദ്ധിക്കുക. കണ്ടോ 4 o'clock. ഷോർട്ട് ഹാൻഡ് ആണ് 4 ലോങ് ഹാൻഡ് 12. Then 12 o'clock. ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഹാൻഡും എവിടെ തന്നെയാണ്, 12 തന്നെയാണ്. ബട്ട് അത് രണ്ടും കാണിക്കണം. കണ്ടോ 2 ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. Then 5 o'clock. 5 is at short hand is at 5, then long hand is at 12, so 5 o'clock. Okay, then 8 o'clock. ലോങ് ഹാൻഡ് 12 ഷോർട്ട് ഹാൻഡ് ആണ് 8. അപ്പം ഷോർട്ട് ഹാൻഡ് എങ്ങോട്ടാണോ, ഷോർട്ട് ഹാൻഡിലാണ് അവർ ഹാൻഡ് എന്ന് പറയുന്നത്, അതായിരിക്കും സമയം പറയുന്നത്. ദാറ്റ് ഈസ് ദ ടൈം 8 o'clock. ഓക്കെ. Then read the clock and write the time. നോക്കിയേ, ഇത് അവര് നമുക്ക് ടൈം തന്നിട്ടുണ്ട്, എത്രയാന്ന് ആ ഫില്ലപ്പ് ആയിട്ട് എഴുതുക. നോക്കിയേ 3 o'clock. 3 12 അല്ലേ? അപ്പൊ 3 o'clock ഈസി അല്ലേ? 11 12 11 o'clock. Then 2 12 then 2 o'clock. 5 12 5 o'clock. Okay, clear? Then page number 114. Look at the picture given below. Circle the correct option. Okay, ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണോ വരുവാണോ എന്നറിയത്തില്ല, സ്കൂളിന് മുമ്പിലാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ അത് ഒരിക്കലും സ്കൂളിൽ നിന്ന് വരുമ്പോ എന്താകത്തില്ല, ഈ 7 മണി എന്നുള്ള സമയം 7 o'clock ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് മോർണിംഗ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് കണ്ടോ, നമുക്ക് രാത്രിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് സമയവും കൂടെ നോക്കണം. ടൈം എത്രയാണ്? 11 o'clock. അപ്പം പകൽ 11 o'clock എന്ന് പറയുന്നത് സമയമല്ല, അതുകൊണ്ട് എന്താണ് നൈറ്റ്. ദെൻ കഴിക്കുകയാണ്. ടൈം നോക്കുക 1 o'clock. 1 o'clockൽ കഴിക്കണമെങ്കിൽ ഒന്നുകിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ എന്നാണ് രാത്രിയാവും. അപ്പൊ രാത്രിയിൽ അങ്ങനെ കഴിക്കാറില്ല, സോ ആഫ്റ്റർനൂൺ. ഓക്കെ. ദെൻ കളിക്കുകയാണ്. ടൈം നോക്കുക 5 o'clock ആണ്. 5 മണി, പിന്നെ രാവിലെ 5 മണിയാണ്. രാവിലെ 5 മണിക്ക് കളിക്കാറില്ല, സോ ഈവനിങ്. അങ്ങനെ ശ്രദ്ധിക്കുക. Then that's all about time. Then days. ടൈമിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് വരുന്നത് ഡേയ്സ് ആൻഡ് മന്ത്. നിങ്ങൾക്കറിയാം, ഒരു കലണ്ടർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനകത്തും തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കലണ്ടർ നോക്കിയാൽ അറിയാം, അതില് ഡേയ്സ് ഉണ്ട്, മന്ത്സ് ഉണ്ട് അല്ലെ? അപ്പം അതായത് ഇതാണ് 1 week എന്ന് പറയുന്നത്. 7 days. നിങ്ങൾ സ്കൂളിൽ വരുമ്പോഴാണെങ്കിൽ മൺഡേ സ്കൂളിൽ വന്നു, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ചില സ്കൂളുകളിലുണ്ട്, ചില സ്കൂളുകളിലില്ല. സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ് അല്ലെ? സൺഡേ ഹോളിഡേ ആണ്. ദെൻ പിന്നെ വീണ്ടും മൺഡേ. അപ്പം ഇതാണ് 1 week എന്ന് പറയുന്നത്. സോ 1 week ഹാസ്, സോ ഹൗ മെനി ഡേയ്സ് ഇൻ എ വീക്ക്? എത്ര ഡേയ്സ് ഉണ്ട് ഒരു വീക്ക് എന്ന് പറയുമ്പോൾ? യെസ്, 7 days. How many days in a week? 7 days. Which are they? Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. Spellings പഠിക്കണം. Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. Okay.
ക്വസ്റ്റ്യൻ എഴുതേ. Which is the first day? Yes. Monday is the first day. Which is the last day? Sunday is the last day. Which is the first day? Monday is the first day. Which is the last day? Sunday is the last day. Okay. Then holiday എന്നാണ്. Sunday is the holiday. Saturday പറയാൻ പറ്റില്ല. Saturday എല്ലാവർക്കും ഹോളിഡേ അല്ല. സ്കൂൾ കുട്ടികൾക്ക് ഹോളിഡേ ആണ്. ചില സ്കൂളുകളിൽ സാറ്റർഡേ ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഡേയ്സ്. ഓക്കെ, അപ്പം ഡേയ്സിന്റെ എക്സസൈസ് ഉണ്ട്, നമുക്ക് ചെയ്യാം. ദെൻ മന്ത്സ് നോക്കാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതാണ് 12 months. How many months in a year? 12 months in a year. എത്ര months ഉണ്ട് ഒരു ഇയറിൽ? ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏത് മന്തിലാണ് സ്കൂളിലേക്ക് വരുന്നത്? ഏത് മന്തിലാണ്? ജൂൺ അല്ലെ? ഇപ്പത്തെ ടൈമിൽ, ഇപ്പൊ കൊറോണ ടൈം വേണ്ട, ഒന്നും നോക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത് അല്ലെ? ജൂൺ കഴിഞ്ഞു, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും എക്സാം ഉണ്ട്. ദെൻ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ദെൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേനും ഓണം വന്നു അല്ലെ? ദെൻ അതിന്റെ ഫങ്ഷൻസ്, ദെൻ ഓണത്തിന്റെ വെക്കേഷൻ, ദെൻ അതിനുശേഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയി, എക്സാം കഴിഞ്ഞു. ഡിസംബറിൽ എന്താ പ്രത്യേകത? ക്രിസ്മസ്. ഓക്കെ, ദെൻ ക്രിസ്മസ് വെക്കേഷൻ, അതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ് ജനുവരി 1st അല്ലെ? നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ജനുവരി 1st. എന്താണ്? ന്യൂ ഇയർ അല്ലെ? അടുത്ത വർഷം തുടങ്ങി. ദെൻ ഫെബ്രുവരി, പിന്നെ തേർഡ് ടൈം ആയി അല്ലെ? തീരുവ. ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴത്തേന് എക്സാം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിലേക്ക് ഉള്ള പ്രവേശനത്തിനായിട്ടാണ്. ദെൻ ഏപ്രിൽ, മെയ് നിങ്ങൾക്ക് ഹോളിഡേ. ഓക്കെ, ഹോളിഡേസ് ആണ് അല്ലെ? അതായത് വലിയ വെക്കേഷൻ ആണ് ഏപ്രിൽ, മെയ് പറയുന്നത്. ദെൻ ജൂണിൽ അടുത്ത ക്ലാസ്സിലേക്ക് വന്നു. അപ്പൊ ഒരു അക്കാഡമിക് ഇയർ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? അപ്പൊ ഈ മന്ത്സ് നിങ്ങൾക്ക് അറിയാം, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാം. സോ ഇതിന്റെ സ്പെല്ലിങ്സ് സഹിതം പഠിക്കണം. അപ്പൊ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാം. സോ നമുക്ക് പിന്നെ ഒരു കാര്യമുള്ളത്, ഇതില് ചില മന്ത്സ് 31, നിങ്ങള് കലണ്ടർ എടുത്ത് നോക്കി അറിയാം. ഫെബ്രുവരി, ഞാൻ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നത്, ഫെബ്രുവരിക്ക് മാത്രം 28 or 29, 4 വർഷം കൂടുമ്പോൾ 29 ഡേയ്സ് വരും. ഫെബ്രുവരിക്കാണ് ഏറ്റവും കുറവ് ഡേയ്സ് ഉള്ളത്. ദെൻ ബാക്കിയുള്ള മന്ത്സിലെല്ലാം ജാനുവരിക്ക് 31, മാർച്ച് 31, ഏപ്രിൽ കണ്ടത് റെഡ് കളറിൽ എഴുതിയിരിക്കുന്നതല്ല, പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്നതല്ല 30 ഡേയ്സ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ 31, ഫെബ്രുവരിക്ക് മാത്രം 28 or 29. ഒന്നുകൂടെ പറയാം, ഫെബ്രുവരിക്ക് മാത്രം 28 or 29 ഡേയ്സ്. ദെൻ ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ, ഈ ഡേയ്സ് എന്താണ്? 30 ഡേയ്സ് ആണ്. ബാക്കിയുള്ളതൊക്കെ 31 ഡേയ്സ് ആയിരിക്കും. ഒരു 1 മന്ത് എന്ന് പറഞ്ഞാൽ 31 ഡേയ്സ് ആണ്. ഇതില് 4 എണ്ണം മാത്രം, 4 മന്ത്സ് മാത്രം എന്താണ്? 30 ഡേയ്സ് ആണ്. ഒരെണ്ണം ഫെബ്രുവരി, അത് 28 or 29 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ മന്ത്സ് ആണ് 30 ഡേയ്സ് എന്നറിയാനായിട്ട് ഞാനൊരു പാട്ട് പറഞ്ഞുതരാം. 30 ഡേയ്സ് ആർ സെപ്റ്റംബർ. എന്റെ കൂടെ പഠിക്കും. 30 ഡേയ്സ് ആർ സെപ്റ്റംബർ. കൂടെ പഠിക്കും. 30 ഡേയ്സ് ആർ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. 30 ഡേയ്സ് ആർ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. കണ്ടോ? 30 ഡേയ്സ് ആർ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. കണ്ടോ? അപ്പൊ 4 മന്ത്സ് ആയില്ലേ? ഈ 4 മന്ത്സ് മാത്രം 30 ഡേയ്സ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? 31 ഡേയ്സ്. ഓക്കെ, ദെൻ അല്ലാതെ വേറൊരു ഇതുണ്ട്. ഇതിങ്ങനെ നിങ്ങളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാം. കൈ ചേർത്ത് പിടിച്ചിട്ട് നോക്കി, നമ്മുടെ കൈയുടെ ഈ മുട്ട് ഇങ്ങനെ കുറച്ച് പൊങ്ങിയായിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ പൊങ്ങി നിൽക്കുന്നത് 31. അങ്ങനെ നോക്കാം. അപ്പൊ നോക്കി, ഓക്കെ, പറഞ്ഞു. ജാനുവരി കണ്ടോ? 31. ഫെബ്രുവരി കണ്ടോ? ഇതിനിടയ്ക്ക് ഒരു സ്പേസ് കണ്ടോ? അപ്പം താന്ന വരുന്നത്. അപ്പൊ എന്താണ്? 28 or 29.
Then January, February, March പൊങ്ങിയാണ് വന്നത് 31. April താഴ്ന്നു 30. January, February, March, April, May. May നോക്കിയോ, May 31 അല്ലേ, May. Then June കണ്ടോ 30. ജൂലൈ പൊങ്ങിയാണ് വന്നത്. ഇപ്പൊ എന്താണ് 31. Then next ഇത് അടുത്ത് തന്നെ പിടിക്കാം. അപ്പൊ കണ്ടോ ഇവിടെ അടുത്തത് പൊങ്ങിയാ വന്നിരിക്കുക. അപ്പൊ ജൂലൈ ഓഗസ്റ്റ് തെറ്റിക്കരുത്, ജൂലൈ ഓഗസ്റ്റ് അടുത്തടുത്താണ് വരുന്നത്. അത് രണ്ടും 31 ആണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ താന്നാണ് വന്നത് 30. സെപ്റ്റംബർ, ഒക്ടോബർ കണ്ടോ, ഒക്ടോബർ 31. ഒക്ടോബർ, നവംബർ ഏതാണ് 30 ആണ്. ഡിസംബർ പൊങ്ങിയാണ് വന്നിരിക്കുന്നത്. സോ 31. അപ്പൊ അല്ലെങ്കിൽ ഈ പാട്ട് ഓർത്താൽ മതി. 30 days ആണ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. ഓക്കെ, then take page number 118. Listen, a week has how many days? 7 days. The day that comes just after Friday. ഫ്രൈഡേക്ക് ശേഷം വരുന്നത് സാറ്റർഡേ. ദെൻ ട്യൂസ്ഡേക്ക് മുമ്പുള്ളത് മൺഡേ. ദെൻ ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങൾ അത് എഴുതുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ദെൻ പേജ് നമ്പർ 120. നെയിം 2 months that have 31 days. 31 days ഉള്ള ഏതെങ്കിലും 2 months എഴുതിയാൽ മതി. ഞാനിവിടെ ജൂലൈ, ഓഗസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 30 days ഉള്ള ഏതെങ്കിലും 2. ഞാനിവിടെ ഏപ്രിൽ, ജൂൺ എഴുതിയിരിക്കുന്നു. ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് ഉള്ളത് ഫെബ്രുവരി ആണ്. ദെൻ റൈറ്റ് ദ നമ്പർ ഓഫ് സൺഡേസ് ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടർ അനുസരിച്ച് നോക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 119 ഇവിടത്തെ ഇത് നോക്കിയേ. സൺഡേസ് ഏപ്രിൽ മാസത്തില് നോക്കുക. ഏപ്രിൽ മാസത്തില് 4 സൺഡേസ് ആണുള്ളത്. അതാണ് ഇവിടെ 4 എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ, നിങ്ങളുടെ ഇപ്പോഴത്തെ കലണ്ടർ എടുത്ത് നോക്കരുത്, മാറ്റം വരും. സെപ്റ്റംബറിൽ നോക്കി 4 വെനസ്ഡേസ് ആണ്. ഓക്കെ, 3rd month മാർച്ച്. മെയ് 5th month ആണ്. ഡിസംബർ കംസ് ജസ്റ്റ് ആഫ്റ്റർ നവംബർ ആണ്. ഡാഷ് കംസ് ജസ്റ്റ് ആഫ്റ്റർ ബിഫോർ ഫെബ്രുവരി. ഫെബ്രുവരിക്ക് മുമ്പ് ജാനുവരി. Christmas vacation during December. Okay, that's all. Study well. Thank you.